Welcome children, welcome back to the second session of motion. Last session we learned about what? The states of the body, that is rest, motion and some parameters of motion such as distance, displacement, speed, velocity, then acceleration, retardation, etc. I hope you have learned it. The definitions should be learned, it is important. Then we also learned about the different types of motion, that is uniform motion and non-uniform motion. Depending upon the path of the motion, there are different types of motion. First one, rectilinear motion or linear motion. That is, if a body is moving in a straight line, അതിനെ നമ്മൾ rectilinear motion എന്ന് പറയും. നേരെ പോകുന്ന വണ്ടി തന്നെ ചിലപ്പോൾ ഒരു കേവിന്റെ അവിടെ ചെല്ലുമ്പോൾ വളഞ്ഞു പോകാറുണ്ട്. ആ ടൈപ്പ് മോഷനെ നമ്മൾ പറയുന്നതാണ് കർവിലീനിയർ മോഷൻ. ഇഫ് ഇറ്റ് ഇസ് മൂവിങ് അബൌട്ട് എ കർവ്. അടുത്ത മോഷനാണ് സർക്കുലർ മോഷൻ. സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് ഇഫ് ദ പാത്ത് ഓഫ് ദ മോഷൻ ഇസ് ഇൻ എ സർക്കുലർ പാത്ത്, അതിനെ നമ്മൾ സർക്കുലർ മോഷൻ എന്ന് പറയും. പിന്നെ ഇഫ് എ ബോഡി ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ്, അതിനെ റൊട്ടേറ്ററി മോഷൻ എന്ന് പറയും. ഇനി മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, അതെന്താന്ന് പറഞ്ഞേ? റെക്ടിലീനിയർ മോഷൻ. അപ്പൊ ഈ റെക്ടിലീനിയർ മോഷൻ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് യൂണിഫോം മോഷന്റെ കാര്യവും നോൺ യൂണിഫോം മോഷന്റെ കാര്യം. അതിൽ തന്നെ ഇഫ് ദ ബോഡി ഈസ് ട്രാവലിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്, കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം, ഒരേ എമൗണ്ടിൽ കൂടുകയും ഒരേ എമൗണ്ടിൽ കുറയുകയും ചെയ്യുവാണെങ്കിൽ, പിന്നെ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ആണെങ്കിൽ ആ ബോഡിയെ നമ്മൾ പറയുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് എന്നാണ്. അതായത് ഇഫ് ആൻ ഓബ്ജെക്ട് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഇപ്പൊ റെക്ടിലീനിയർ മോഷൻ ആയിരിക്കണം, ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് ബൈ ഈക്വൽ എമൗണ്ട് in what? In equal intervals of time. അങ്ങനെയാണെങ്കിൽ the body will have what? Uniform acceleration. അതിനെ നമ്മൾ പറയുന്നത് body is having uniform acceleration or it is uniformly accelerated. അതായത് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി. ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? എർത്തിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രം കൊണ്ട് മൂവ് ചെയ്യുന്ന ഒരു ബോഡി പറയുന്നതാണ് ഫ്രീലി ഫോളിംഗ് ബോഡി. അപ്പൊ ഫ്രീ ഫോളിലുള്ള ഏത് ബോഡിക്കും നമുക്ക് ഏതാ? യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡിയാന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഇഫ് എ ബോഡി ഈസ് ട്രാവലിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മുമ്പേ പറഞ്ഞതിന്റെ നേരെ റിവേഴ്സ് കേസ്, ദാറ്റ് ഈസ് വെലോസിറ്റി ചേഞ്ച് ചെയ്യാം ബൈ അൺഈക്വൽ എമൗണ്ട്സ് ഇൻ അൺഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ആണെങ്കിൽ ആ ബോഡി എന്ത് പറയും? നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ സാധാരണയുള്ള എല്ലാ വണ്ടികളും അങ്ങനെയാണ്, എല്ലാം ഒരേ യൂണിഫോം ആക്സിലറേഷൻ അല്ല കൊടുക്കുന്നത്. നമുക്ക് മൂവ്മെന്റ് വണ്ടി ഓടുമ്പോൾ സ്പീഡ് കുറയാം, കൂടാം, നിർത്താം. അപ്പൊ ആക്സിലറേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് വേരിയബിൾ ആക്സിലറേഷൻ ആയിരിക്കും അവർക്കുള്ളത്. Linear motion can be represented by the help of three different graphs, that is distance time graph, velocity time graph, next is acceleration time graph. Among this, distance time graph and velocity time graph we have to learn in detail. Distance time graph, first one is distance time graph, that is the distance will be represented in the y-axis and time will be represented in the x-axis. ഇപ്പൊ എല്ലാ ഗ്രാഫ്, ഈ പറഞ്ഞ മൂന്ന് ഗ്രാഫ്, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നമുക്ക് വേണ്ട. ബാക്കി രണ്ടിലും ഉള്ള ടൈം എന്ന് പറയുന്ന വാല്യൂ ഓൾവേസ് ഷുഡ് ബി ഇൻ ദി x-axis. എന്നിട്ട് y-axisൽ ബാക്കി തന്നിരിക്കുന്നത് ഡിസ്റ്റൻസോ സ്പീഡോ വെലോസിറ്റിയോ വാട്ട് ഇസ് ഗിവൻ, അത് y-axisൽ വരണം. അപ്പൊ ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നമുക്ക് ഒത്തിരി പ്രയോജനമുണ്ട്. ഒരു പെർട്ടിക്കുലർ ടൈം തന്നാൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും, ഡിസ്റ്റൻസ് തന്നാൽ അതിന്റെ കറസ്പോണ്ടിങ് ടൈമും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ഗ്രാഫ് ഉപയോഗിച്ച് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. സ്ലോപ്പ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ ബോഡി അക്വയർ ചെയ്തിരിക്കുന്ന വെലോസിറ്റി ആണ്. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല y2 minus y1 by x2 minus x1. So let's draw a position time graph. Position time graph തന്നെയാണ് distance time graph.
അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ടൈമിന്റെ പൊസിഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് മാക്സ് നമ്മൾ വരയ്ക്കുന്നത് പോലെ ഒരു ഗ്രാഫ് വരയ്ക്കാം. ആസ് ഐ ടോൾഡ് യു, ടൈം എക്സ് ആക്സിസിലും പൊസിഷൻ എവിടെ വരണം? വൈ ആക്സിസിലും. ഈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് കോർഡിനേറ്റ്സ് നമ്മൾ മാക്സിൽ വരയ്ക്കുന്ന പോലെ ഫസ്റ്റ് കോർഡിനേറ്റ് 0, 0, സെക്കൻഡ് കോർഡിനേറ്റ് 2, 10, തേർഡ് വൺ 5, 30 ആൻഡ് ഫോർത്ത് വൺ 6, 40. അപ്പം 0ക്ക് നേരെ വൈയുടെ കോർഡിനേറ്റ് നോക്കുക, എക്സിന്റെ നേരെ എക്സിന്റെ 0 എടുക്കുക, നേരെ മേലോട്ട് നോക്കുക, വൈന്റെ 0 എവിടാ വരുന്നത്, അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ മാർക്ക് ചെയ്യുക. രണ്ടാമത്തത് എക്സിന്ന് 2ന്റെ നേരെ നോക്കുക, വൈയുടെ 10 കോയിൻസൈഡ് ചെയ്യുന്ന എവിടാ നോക്കുക, എന്നിട്ട് അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് 5 സെക്കൻഡ് എന്ന് തന്നേക്കുന്നത്. 5 സെക്കൻഡ് നമ്മുടെ ഗ്രാഫിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുമില്ല, പക്ഷെ നമ്മൾ 4ഉം 6ഉം മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് 5 എവിടെ വരും? 4നും 6നും കറക്റ്റ് സെന്ററിൽ വരും. അപ്പൊ അവിടുന്ന് മേലോട്ട് നമ്മുടെ സ്കെയിൽ വെക്കുക. എന്നിട്ട് വൈ ആക്സിസ് വൈ കോർഡിനേറ്റ് എത്ര തന്നേക്കുന്നത്? 30. പൊസിഷൻ 30 അല്ലേ. അപ്പൊ 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് എവിടെ മീറ്റ് ചെയ്യുന്നത് നോക്കുക. ആ പൊസിഷനിൽ എന്ത് ചെയ്യണം? മൂന്നാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യുക. നാലാമത്തെ പോയിന്റ് 6,40 അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് 6, വൈ കോർഡിനേറ്റ് 40. മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് പോയിന്റ് കിട്ടി. അപ്പൊ ഇത് ഇത്രയും കൂടെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുക. അതാണ് നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പൊ ഈ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് 3 കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം 15 മീറ്ററിൽ ഇരിക്കുകയാണ് ബോഡി. ആ 15 മീറ്ററിൽ പോകാൻ എത്ര ടൈം എടുത്തു എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ഈ ഗ്രാഫിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 10നും 20ക്കും ഇടയ്ക്ക് വരും 50. ആ 15ന് നേരെ നമ്മൾ ഈ ഗ്രാഫിലോട്ടൊരു ലൈൻ കോയിൻസൈഡ് ചെയ്യാനായിട്ട് വരച്ചാൽ അത് എവിടെ കോയിൻസൈഡ് ചെയ്യും? 2നും 4നും ഇടയ്ക്കല്ലേ കോയിൻസൈഡ് ചെയ്യുന്നേ അല്ലേ. അപ്പൊ അതിന്റെ ടൈം എത്ര? 3 സെക്കൻഡ്സ്. അപ്പൊ പൊസിഷൻ തന്നാൽ കറസ്പോണ്ടിങ് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടൈം തന്നാൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കറസ്പോണ്ടിങ് പൊസിഷനും കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഇപ്പം ഇവിടെ തന്നെ നമുക്ക് 1 സെക്കൻഡില് ബോഡി എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 0നും 2നും ഇടയ്ക്കാണ് 1 വരുന്നത്. അപ്പൊ അതിന്റെ നേരെ മേലോട്ട് ഗ്രാഫിലോട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ അതെവിടെ അതിന്റെ കറസ്പോണ്ടിങ് വൈ ആക്സിസിലോട്ട് നോക്കിയാൽ എവിടാണ് വൈ ആക്സിസ് അത് വരുന്ന വാല്യൂ എവിടെയാന്ന് കണ്ടുപിടിക്കുക. 0ക്കും 10നും ഇടയ്ക്കുള്ള വാല്യൂ ഇറ്റ് വിൽ ബി 5 മീറ്റർ. സോ ഡിസ്റ്റൻസ് ടൈം പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന് പൊസിഷൻ തന്നാൽ അതിന്റെ ടൈം കണ്ടുപിടിക്കാൻ പറ്റും, ടൈം തന്നാൽ അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായിരുന്നല്ലോ. ആ പ്ലെയിൻ ക്രാഷിൽ ആ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് ഇത് ക്രാഷ് ഉണ്ടാവുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു ഓരോ ടൈം അനുസരിച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും where it was. അപ്പൊ ഇതിന്റെ വലിയ പ്രയോജനം അതാണ്. You can detect the body where it was at each and every minute. പിന്നെ നമുക്കറിയാം ഈ ഡിസ്പ്ലേസ്മെന്റ് റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്തുവാ? വെലോസിറ്റി. അപ്പൊ ഈ ബോഡിയുടെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്ലോപ്പ് എന്ത് തരും? വെലോസിറ്റി തരും. സ്ലോപ്പിന്റെ ഫോർമുല എന്തുവായിരുന്നു? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. സ്ലോപ്പ് ഫസ്റ്റ് പോയിന്റ് 0, 0, സെക്കൻഡ് പോയിന്റ് 6, 40. പ്രത്യേകിച്ച് പറയുന്നില്ല. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റും ലാസ്റ്റും എടുത്താൽ മതി. else they will tell ക്വസ്റ്റ്യനിൽ കാണും ഇന്ന പോയിന്റിനും ഇടയ്ക്കുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറയും. Otherwise the first and last point is taken. So by substituting the value y2 minus y1 by x2 minus x1, ഇവിടെ y2 40, y1 0, x2 എന്ന് പറയുന്നത് രണ്ടാമത്തെ വാല്യൂ that is 6, ഫസ്റ്റ് വാല്യൂ 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി, സ്ലോപ്പ് കിട്ടി. But I told you slope of displacement time graph or distance time graph or position time graph എന്താ തരുമെന്നാ പറഞ്ഞേ? വെലോസിറ്റി. So the velocity can be determined as 6.66 എന്ന റെക്കറിംഗ് ആയിട്ട് പോകും. ആ റൗണ്ട് ഓഫ് എയിം 6.67 മീറ്റർ പെർ സെക്കൻഡ്. ഈ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് പലതരം ഗ്രാഫിന്റെ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ബോഡിയുടെ മോഷൻ പറയാൻ പറ്റും. ഫസ്റ്റ് വൺ നോക്കിക്കേ, ടൈം ആക്സിസിന് പാരലലായിട്ട് പോവുകയാണെങ്കിൽ
ബോഡി മൂവ് ചെയ്യുന്നേയില്ല. പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, ഞാനിപ്പോ 3 ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്നും പൊസിഷൻ ടൈം ഗ്രാഫ് എന്നും ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്നും എഴുതിയിട്ടുണ്ട്. എല്ലാം സെയിം ആണ്. അപ്പൊ ഇതില് ഡിസ്പ്ലേസ്മെന്റ് മാറുന്നേയില്ല. ഇപ്പം y ആക്സിസിൽ 10 മീറ്റർ ആണെങ്കിൽ 10 മീറ്ററിൽ തന്നെ നിൽക്കുക, മാറുന്നേയില്ല. അപ്പം ദാറ്റ് ഷോസ് ദാറ്റ് ദ ബോഡി ഇസ് ഇൻ റെസ്റ്റ്. അപ്പൊ റെസ്റ്റിലുള്ള ബോഡിയുടെ ഗ്രാഫ് കണ്ടാൽ ഈ ഫസ്റ്റ് ഗ്രാഫ് പോലെ ഇരിക്കും. പിന്നെ ബോഡി ഇപ്പൊ നമ്മൾ വരച്ച ഗ്രാഫ് അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. യൂണിഫോം സ്പീഡിൽ പോകുന്ന ഒരു ഗ്രാഫ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻക്ലൈൻഡ് ടു ദ ടൈം ആക്സിസ്. ടൈം ആക്സിസിനെ ഇൻക്ലൈൻ ചെയ്ത് ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഗ്രാഫ് കണ്ടാൽ തന്നെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും അതിന്റെ. And if the motion is having variable velocity, അത് straight line ആയിരിക്കത്തില്ല, it will be a curve. Next is velocity time graph. Velocity should be taken in the y-axis and time should be taken in the x-axis. അല്ലേ? അപ്പൊ ഇതിനകത്ത് as distance time graph, ഇതിന്റെ സ്ലോപ്പ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് എന്താണ്? ആക്സലറേഷൻ. സോ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് ഗിവ്സ് ആക്സലറേഷൻ. വൺ മോർ തിങ് യു ക്യാൻ ഫൈൻഡ് ഫ്രോം ദിസ് ഗ്രാഫ്. ആ ഗ്രാഫ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ വെച്ച് ഹൗ മച്ച് ഡിസ്റ്റൻസ് ദ ബോഡി ഹാസ് കവേർഡ് അതുകൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? So let's draw a velocity time graph with the given data. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫോ പൊസിഷൻ ടൈം ഗ്രാഫോ ഒക്കെ വരച്ചതുപോലെ എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ടൈം എക്സ് ആക്സിസിലും വെലോസിറ്റി വൈ ആക്സിസിലും വെച്ച് കറസ്പോണ്ടിങ് പോയിന്റ് വെച്ച് 0ക്ക് കറസ്പോണ്ടിങ് 0, വൈ എക്സ് ആക്സിസ് 1ന് കറസ്പോണ്ടിങ് 2, 2ന് കറസ്പോണ്ടിങ് 4 ഫ്രോം ദി വൈ ആക്സിസ് ആൻഡ് 3ന് കറസ്പോണ്ടിങ് ആയിട്ട് 6. ഇത് 4 മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അതിൽ കൂടെ വരയ്ക്കുന്ന ഫ്രീ ഹാൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതാണ് നമുക്ക് കിട്ടിയ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദ ഗിവൻ ടേബിൾ. സോ ഫ്രോം ദിസ് വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ അതേ ഇക്വേഷൻ തന്നെ എവിടെ? സ്ലോപ്പ് എവിടെ കണ്ടുപിടിക്കണമെങ്കിലും ഒരേ ഇക്വേഷൻ ആണ്. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ആദ്യത്തെ പോയിന്റ് 0, 0യും ലാസ്റ്റ് പോയിന്റ് 3, 6. അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സലറേഷൻ എത്ര കിട്ടും? സ്ലോപ്പ് നമുക്ക് 2 എന്ന് കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തുവാ? ആക്സലറേഷൻ. സോ ദി ആക്സലറേഷൻ ഇസ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തത് കണ്ടുപിടിക്കാൻ എന്ത് നോക്കിയാൽ മതി? ആ ഗ്രാഫ് എത്ര ഏരിയ കവർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ ഗ്രാഫ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഏരിയ, അതായത് ആ ഗ്രാഫിന്റെ താഴോട്ടുള്ള എല്ലാ എക്സ് ആക്സിസിനും ആ ഗ്രാഫിന്റെ ഇടയ്ക്കുള്ള അത്രയും ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏരിയ ഓഫ് ദാറ്റ് ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ട്രയാങ്കിൾ. ഏരിയ ഓഫ് എ ട്രയാങ്കിളിന്റെ ഫോർമുല എന്തുവാ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇവിടെ ബേസ് എത്ര? 3, ഹൈറ്റ് എത്ര? 6. അപ്പൊ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര? 9 എന്ന് കിട്ടും. So I told you area covered by the velocity time graph gives what? The distance traveled by the body, that is 9 meter. Same as position time graph. By seeing the velocity time graph, you can assume its motion. അപ്പം വെലോസിറ്റി 0യിൽ തന്നെ നിൽക്കുവാണെങ്കിൽ, ടൈം ആക്സിസിൽ തന്നെ നിൽക്കുവാണെങ്കിൽ, we can say the body is in rest. If it is parallel to the x-axis, അതിനൊരു യൂണിഫോം സ്പീഡ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഒരേ സ്പീഡിലാണ്. If it is variable acceleration ആണ്, മാറിക്കൊണ്ടേയിരിക്കുകയാണ്, വേരിയബിൾ ആക്സിലറേഷൻ ഉള്ള ബോഡി ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് ഇറ്റ് വിൽ ബി എ കർവ്. Then if it is having uniform acceleration എന്തായിരിക്കും? അതൊരു ഇൻക്ലൈൻഡ് ആക്സിസ് ആയിരിക്കും. ദാറ്റ് ഈസ് ടൈമിന് ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്ന ഒരു ലൈൻ ആയിരിക്കും. തേർഡ് വൺ ഈസ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നിങ്ങൾക്ക് വലുതായിട്ട് വേണ്ട, എന്തായാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ആക്സിലറേഷൻ വൈ ആക്സിസിലോട്ടും ടൈം എക്സ് ആക്സിസിലും വെച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ finally we have to derive the equations of motion using this graph. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ബൈ ദ ഹെൽപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ്, 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് v is equal to u plus at.
and second one s is equal to ut plus half at square, and third one v square is equal to u square plus 2as. അപ്പൊ ഈ മൂന്ന് ഇക്വേഷനും നമുക്ക് ഡിറൈവ് ചെയ്യണം ബൈ ദ ഹെൽപ്പ് ഓഫ് വെലോസിറ്റി ടൈം. അപ്പൊ ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കിക്കേ. ഈ വെലോസിറ്റി ടൈം ഗ്രാഫില് വെലോസിറ്റി is not starting from the origin, it's starting from some other value. അപ്പൊ നമുക്കറിയാം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് വെലോസിറ്റി നമ്മൾ എന്താ പറയും? ഇനിഷ്യൽ വെലോസിറ്റി. അവസാനിക്കുന്ന വെലോസിറ്റി നമ്മൾ എന്ത് പറയും? ഫൈനൽ വെലോസിറ്റി. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ഓൾവേസ് ബി റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ യു and the final velocity will be represented by the letter v. അപ്പൊ ഈ ബോഡി u എന്ന് പറയുന്ന വെലോസിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്തു, v എന്ന് പറഞ്ഞ വെലോസിറ്റി ആകും സ്റ്റോപ്പ് ചെയ്തു. അപ്പം ആ u മുതൽ v വരെ പോകാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ t എന്ന് പറഞ്ഞ സമയമെടുത്തു. അതാണ് നമ്മുടെ ഈ ഗ്രാഫിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ. u എന്ന് പറയുന്ന വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്തു, v എന്ന് പറയുന്ന വെലോസിറ്റി ആയപ്പോൾ നിന്നു. അത് അത്രയും ട്രാവൽ ചെയ്യാൻ, വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ എടുത്ത ടൈമാണ് ടി. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആക്സലറേഷൻ. സോ ഹിയർ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് എന്തായിരുന്നു? x1 y1 is 0 u അല്ലേ. ആദ്യത്തെ വെലോസിറ്റി u അല്ലേ. then starting from the origin, അപ്പം 0 u. the final point that is x2 y2 is t എന്ന് പറഞ്ഞ ടൈമിലാണ് v എന്ന് പറഞ്ഞ വെലോസിറ്റി ആയത് അല്ലേ. t ടൈം കഴിഞ്ഞപ്പോഴാണ് വെലോസിറ്റി എന്തായി മാറി? u എന്നുള്ളത് v ആയിട്ട് മാറിയത്. സോ ദ ഫൈനൽ പോയിന്റ് ഇസ് t v. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഇൻ ദ ഇക്വേഷൻ ഓഫ് ദ സ്ലോപ്പ് നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ എന്ന് പറയുന്നത് v മൈനസ് u ബൈ t എന്ന് കിട്ടും. അപ്പൊ ആക്സലറേഷൻ ഇസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ a. അപ്പൊ a ഇസ് ഈക്വൽ ടു v minus u by t. അതിനെ കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. a into t becomes what? v minus u. Is it? ഇനി ആ മൈനസ് യു അങ്ങ് അപ്പുറത്ത് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് പറ്റും? മൈനസ് പ്ലസ് ആയി മാറും അല്ലേ. സോ v is equal to u plus et. This is the first equation of motion. Understood? ഇപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എങ്ങനെ ചെയ്തേ? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് നമ്മൾ കണ്ടേ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പിനകത്ത് വാല്യൂ മാത്രം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്തപ്പോൾ we got it as v is equal to u plus et. Here v is the final velocity, u is the initial velocity, a is the acceleration and t is the time taken. വെലോസിറ്റി ടൈം ഗ്രാഫ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കുന്നതിന് ആ ഏരിയ കവേർഡ് എത്ര നോക്കിയാൽ മതി. ഏരിയ കവേർഡ് ബൈ ദ ഗ്രാഫ്. അപ്പൊ താഴോട്ട് ആ ഗ്രാഫ്, ആ ലൈനിന്റെ താഴെ എക്സ് ആക്സിസ് വരെയുള്ള ആ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ട്രപ്പീസിയം. ഫസ്റ്റ് വി ആർ സെപ്പറേറ്റിംഗ് ഇൻടു ടു ഡിഫറെന്റ് ഷേപ്സ്. അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു റെക്ടാംഗിളും ഒരു ട്രയാംഗിളും കിട്ടും അല്ലെ. റെക്ടാംഗിളിന്റെ ഏരിയ പ്ലസ് ട്രയാംഗിളിന്റെ ഏരിയ നോക്കി കണ്ടുപിടിച്ചാൽ യു ഗെറ്റ് ദ വാല്യൂ ഫോർ ദ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ റെക്ടാംഗിളിന്റെ ലെന്ത് രണ്ട് സൈഡ് നമുക്കറിയാം. ഒരു സൈഡ് യുവും മറ്റേ സൈഡ് ടിയും. ട്രയാംഗിളിന്റെ താഴെ മുതൽ മേല് വരെ വി ആണ്, പക്ഷെ കുറച്ചു ഭാഗം യു ആണ്. ആ യു അങ്ങ് പോയി, ബാക്കി ഭാഗം എത്ര ഉണ്ട്? വി മൈനസ് യു അല്ലേ. അപ്പൊ ഹൈറ്റ് വി മൈനസ് യുവും ബേസ് എത്ര ഉണ്ട്? താഴത്തെ വാല്യൂ ദാറ്റ് ഇസ് ടി. അപ്പൊ ബേസും അറിയാം, ഹൈറ്റും അറിയാം. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഏരിയ ഓഫ് ദ ഗ്രാഫ് കണ്ടുപിടിക്കാൻ ഏരിയ ഓഫ് ദി ട്രയാംഗിൾ പ്ലസ് ഏരിയ ഓഫ് ദി area of the rectangle plus area of the triangle. So area of the rectangle length into breadth, area of the triangle half into base into height. Values ഓരോന്ന് കൊടുക്കാം. u റെക്ടാംഗിളിന്റെ ഏരിയ ഒരു സൈഡ് യുവും ഒരു സൈഡ് ടിയും. അപ്പൊ u into t. രണ്ടാമത്തെ ട്രയാംഗിളിന്റെ കേസ് ഒരു താഴത്തെ ലെന്ത് ടിയും ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര? ബേസ് ടിയും കിട്ടി, ഹൈറ്റ് എത്ര? മൊത്തത്തിൽ വി ആയിരുന്നു, താഴത്തെ കുറച്ച് പാർട്ട് റെക്ടാംഗിളിന് വേണ്ടി മാറ്റിയത് കൊണ്ട് യു അങ്ങ് മാറി. സോ ഹൈറ്റ് ഓഫ് ദ ഗിവൻ ട്രയാംഗിൾ ഇസ് വി മൈനസ് യു. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ
പക്ഷേ in the first equation we have seen v minus u യുടെ വാല്യൂ എന്തുവായിരുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നല്ലോ v minus u എന്തുവായിരുന്നു? v minus u was 80. അപ്പൊ ആ 80 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Instead of v minus u, you are writing 80. So you will get ut plus half 80 into 80 square. 80 into t, that is 80 square. But what we have learned, velocity time graphs area gives displacement. So S is equal to ut plus half 80 square. Thus second equation of motion. But second equation കാണാൻ എന്ത് ചെയ്താൽ മതി? Area covered by the graph കണ്ടുപിടിക്കുക. Area covered by the graph റെക്ടാംഗിളും ട്രയാംഗിളുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അണ്ടർസ്റ്റുഡ്? വാല്യൂ എല്ലാം പറഞ്ഞ് നമ്മൾ കണ്ടതുപോലെ വെറുതെ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ഓൺലി വൺ തിങ്, ഫസ്റ്റ് ഇക്വേഷന് v minus u എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യും. സോ this is equal to ut plus half 80 square. S is the displacement, u is the initial velocity, t time, and a is the acceleration. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. S is equal to ut plus half 80 square. വീണ്ടും ആ ഗ്രാഫ് നോക്കുക. ആ ഗ്രാഫിനെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാതെ കറക്റ്റായിട്ട് അതിന്റെ ആ ഫിഗർ നോക്കിയാൽ അത് ട്രപ്പീസിയം പോലെ ഇരിക്കുക ഇല്ലേ? ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ചരിഞ്ഞിരിക്കുന്ന ഒരു ട്രപ്പീസിയം. നമ്മുടെ അതിന്റെ ഹൈറ്റ് താഴെയും ടോപ്പും ബോട്ടവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു സൈഡ് പാരലൽ സൈഡാണ് ഏത്? ടോപ്പും അതിന്റെ ബോട്ടവും പാരലൽ സൈഡും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ പറയുന്ന ഹൈറ്റ് അല്ലേ? അപ്പൊ ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണുന്നത് എങ്ങനെയാ? ഹാഫ് ഇൻറ്റു പാരലൽ സൈഡിന്റെ സം ഇൻറ്റു ആ പാരലൽ സൈഡ് തമ്മിലുള്ള ഹൈറ്റ്. അണ്ടർസ്റ്റുഡ്? ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഇവിടെ പാരലൽ സൈഡ് ഏതാ? ഒരു സൈഡ് യു, മറ്റേ സൈഡ് വി. അപ്പം പാരലൽ സൈഡ് ആ യു വിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാ? ഹൈറ്റ് ഡിഫറൻസ് എത്ര വരുന്നുണ്ട്? ടി. ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ട്രപ്പീസിയത്തിന്റെ ഏരിയയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഏത് കിട്ടും? തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. സോ ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദി ട്രപ്പീസിയം ഇസ് half into sum of the parallel side into height. അല്ലേ? സം ഓഫ് ദി പാരലൽ സൈഡ് എന്ന് പറയുന്നത് u plus v. ഹൈറ്റ് എത്ര? t. Am I right? So which is equal, we can write u plus v as v plus u also. Both are same. 2 plus 3 is equal to 3 plus 2, is it? So I am converting it as half into v plus u into t. Okay. Then from first equation of motion we have seen a is equal to v minus u by t. From that, what is the value for t? T is equal to v minus u by a. Substituting that value here instead of t, you will get half into v plus u into t ക്ക് പകരം v minus u by a. അല്ലേ? ഹാഫിന്റെ 2 by a കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ v plus u into v minus u by 2a. ഇൻഡിസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. a plus b into a minus b എന്തുവാ? a square minus b square. അപ്പൊ here v plus u into v minus u is v square minus u square. താഴെ ഡിനോമിനേറ്റർ 2a. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ, ഇത് വരും v square minus u square is equal to 2a. yes, ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. മൈനസ് യു സ്ക്വയറിനെ അപ്പുറത്ത് കൊണ്ടുപോവാം അല്ലെ? എന്ത് വരും? v square is equal to u square plus 2as. അതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പൊ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആ ഏരിയ ട്രപ്പീസിയത്തിന്റെ ഫോർമുലയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അണ്ടർസ്റ്റുഡ്? ട്രപ്പീസിയത്തിന്റെ ഫോർമുലയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടിയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടണം അല്ലെ? ഇൻസ്റ്റെഡ് ഓഫ് ടി v മൈനസ് യു ബൈ എ എന്ന് മാത്രം ഒന്ന് ഒരു അഡീഷണൽ ചേർക്കുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ് അല്ലേ? So it is very important. Three equation of motion which we have learned is ഏതൊക്കെയാ? v is equal to u plus 80, then s is equal to ut plus half 80 square, and third one v square is equal to u square plus 2as. അപ്പൊ ഈ ത്രീ ഫോർമുല വെച്ച് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. u initial velocity, v final velocity, s is the distance traveled, and a is the acceleration. So by heart the formula again, v is equal to u plus 80, s is equal to ut plus half 80 square, and v square is equal to u square plus 2as. These equations of motion la problem solved
പ്രോബ്ലം എല്ലാം ചെയ്യുക, ഇത് ഓർത്തിരിക്കുക. അണ്ടർസ്റ്റുഡ്? സോ വാട്ട് വി ഹാവ് ലേൺ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? ടൈപ്സ് ഓഫ് മോഷൻ. ടൈപ്സ് ഓഫ് മോഷൻ നമ്മളെ കൺഫ്യൂഷൻ വരരുത്. മോഷൻ എല്ലാ മോഷനും യൂണിഫോമും ആകാം, നോൺ യൂണിഫോമും ആകാം. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് മോഷൻ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്നാണ് നമ്മൾ കണ്ടത്. റെക്ടിലീനിയർ മോഷൻ എന്നും റൊട്ടേറ്ററി മോഷൻ എന്നും പീരിയോഡിക് മോഷൻ എന്നും സർക്കുലേറ്ററി മോഷൻ എന്നും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ വി ആർ ലേണിംഗ് ഓൺലി അബൌട്ട് റെക്ടിലീനിയർ മോഷൻ ഓർ ലീനിയർ മോഷൻ. ആ ലീനിയർ മോഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാ? 3 ടൈപ്പ് ഗ്രാഫ് ഉപയോഗിച്ചാണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഓരോ ഗ്രാഫിന് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് തൽക്കാലം നമുക്ക് വേണ്ട. ബാക്കി 2 ഗ്രാഫിന്റെയും യൂസസ് നമ്മൾ കണ്ടു അല്ലെ? ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് അതിന്റെ സ്ലോപ്പ് ഉപയോഗിച്ച് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ മെയിൻ യൂസ് സ്ലോപ്പ് ഉപയോഗിച്ച് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ കവേർഡ് വെച്ച് ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. Then by help of velocity time graph 3 ഇക്വേഷനും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ ഓഫ് മോഷൻസിന്റെ 3 ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയായിരുന്നു? V is equal to U plus AT, S is equal to UT plus half AT square, and final one V square is equal to U square plus 2AS. ഈ പോർഷൻസ് എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. +1 ഇത് ആവശ്യം വരുന്നതാണ്. So by heart the formula and try to do the problems. Okay, thank you children.